പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ വിശ്വാസത്തോടെ ഒരുമയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. വിശ്വാസത്തോടുകൂടി നാം എന്താവശ്യപ്പെട്ടാലും നമ്മുടെ ദൈവം നമുക്ക് നൽകും. നമ്മുടെ ദൈവം കൃപാലുവാണ്. നമ്മുടെ കണ്ണുനീർ കണ്ട് അവിടുന്ന് നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മയെ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. തകർന്ന ഹൃദയവുമായി നീറുന്ന നൊമ്പരങ്ങളുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ഈശോയോട് ചേർത്തണയ്ക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ ഇതാ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മേ, അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. അവർ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആ ജോലിയിൽ പ്രവേശിപ്പാനുള്ള എല്ലാ വഴികളും തക്ക സമയത്ത് അമ്മ തുറന്നു കൊടുക്കണമേ. ഈശോയോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലി നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടം കൊടുത്ത പൈസ തിരികെ കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് ഇടപെട്ട് എല്ലാ മക്കൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ദാഹത്തോട് പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, ബാങ്ക് ലോണിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അവരാഗ്രഹിക്കുന്നത് പോലെ ആ ലോൺ അനുവദിച്ച് കിട്ടുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. അത് അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടയ്ക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. വസ്തു വിൽക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന പോലെ വിൽക്കുവാനുള്ള വഴികൾ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെട്ട് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാഹനങ്ങൾ ഓടിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലുമെല്ലാം അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെ കണ്ണുനീരിനെയും കാണണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിലേക്ക് സമാധാനമായി സന്തോഷമായി ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, കുടുംബജീവിതങ്ങൾ തകർച്ചയിലെ വക്കിലൂടെ കടന്നു പോകുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി പരസ്പരം ക്ഷമിക്കാനും പരസ്പരം മനസ്സിലാക്കുവാനുള്ള മനസ്സും വിവേകവും അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന തലമുറയെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഈ ദുസ്വഭാവത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിടുവിക്കണേ ദൈവമേ. നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ അവരെ ഒരുക്കണമേ നാഥ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാനിടയാക്കല്ലേ. ഒരു കുഞ്ഞു പോലും സാത്താൻ്റെ പിടിയിൽ പെട്ടുപോകുവാനിടയാക്കല്ലേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ.
അമ്മേ മാതാവേ, ഉപരിപഠനത്തിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന വിഷയം എടുത്ത് പഠിക്കുവാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അമ്മേ. ഞങ്ങളുടെ ആകുലതകളെ അറിയണമേ അമ്മേ. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തടസ്സങ്ങളൊന്നും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അമ്മേ അവരെ സഹായിക്കണമേ. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അറിയണമേ. പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കണ്ണുനീരോടെയും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണമേ. കൃപാസന മാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ ദേവാലയത്തിൽ വന്ന് ആ ദേവാലയത്തിന് മുറ്റത്ത് നിന്ന് കാലുകുത്തുവാനുള്ള ഭാഗ്യം ഈ മക്കൾക്ക് കൊടുക്കണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളുടെ പോലും പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ വേദനകൾ അമ്മ അറിയുന്നുവല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ചേർത്തണയ്ക്കണമേ. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.